അപ്പൊ സൂരജ് നമസ്കാരം. ഹലോ നമസ്കാരം. ഗുഡ് ഈവനിങ്. സൂരജ് ഇന്ന് രാവിലെ അയച്ചു തന്ന വീഡിയോ ഇറ്റ്സ് സോ വണ്ടർഫുൾ. നോ, മകനെ കൊണ്ട് കുറെ പ്രാക്ടിക്കല് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കോവിഡ് കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പില് ഞാൻ മോക്ഷ എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ കുട്ടികളെ കൊണ്ട് വീട്ടിൽ കുറെ പണിയെടുപ്പിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് അയക്കലത്. അങ്ങനെയാണ് 100 തുടങ്ങിയ കുട്ടികളെ ചുരുക്കി 20 എത്തിച്ച് പിന്നെ മെന്റർ ചെയ്തത്. കാരണം അവർക്ക് കൊടുത്ത അസൈൻമെന്റ് വീട് ക്ലീൻ ചെയ്യണം. അതില് കുവൈത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പളുടെ മകള് കോട്ടയത്ത്, അവള് വീട് ഫുൾ ക്ലീൻ ആണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെറുതെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് റോഡിലേക്ക് പോകുന്ന വഴി ഫുൾ ക്ലീൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. സി ഇമാജിൻ, അതാണ് ക്രിയേറ്റിവിറ്റി. ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ ഷുഡ് ഡു. ഗുഡ് സുരജ്, താങ്ക് യു. എനിക്കൊരു 5 വയസ്സുള്ള മകനുണ്ട്. ഞാനിപ്പോ കാനഡയിലാണ്. അപ്പോ സാറിന്റെ വീഡിയോ ഡോക്ടർ ടി പി എസ് ഡോക്ടർ ടി പി എസിന്റെ വീഡിയോസ് റീസെന്റ് ഐ വാച്ച് ത്രൂ ABC News. Then I started following YouTube, and it's a wow factor. As I discussed with you before. So you are a real inspiration. Go ahead. May God bless you. Thank you so much. Good morning, sir. ഇത് ദുബായിൽ നിന്നാണ്, അനൂപാണ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു സാറിനെ. ശ്രീധരൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഇഷിക. അത് ഞാൻ റെഫർ ചെയ്തു. ഇപ്പൊ ഞാൻ പേര് പറയാണ്ടിരുന്നതാ. ഇറ്റ് വാസ് ടു ഹാർഷ് സംടൈം. നമ്മൾ ചിലപ്പോ ചെയ്യുന്ന സംഭവം കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഹാർഷാന്ന് തോന്നും. ബട്ട് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വർത്ത് ഓർ നോട്ട്. സംടൈം ഇറ്റ് വർത്ത്. സോ സാറിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ. അപ്പോ ഞാൻ അച്ഛനെ ഫോട്ടോ അയച്ചു കൊടുത്തു സാറിന്റെ വാട്സാപ്പിൽ എടുത്തിട്ട്. അച്ഛനെ അറിയോ? സംവേർ ഐ ക്യാൻ റിലേറ്റ്. എനിക്ക് എവിടെയോ റിലേറ്റ് ചെയ്യണം പറയാം. അച്ഛൻ പറഞ്ഞു ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ട്, ചാനൽസിൽ കണ്ടിട്ടുണ്ട്, ഡിബേറ്റ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു യെസ്. സോ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, സോ ഐ വാണ്ട് ഹർ ടു ബി ദേർ എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ഐ വിൽ ഗിവ് ദ മൈക്ക് ടു ഇഷിക. Can you have some words? Yes. Good. No, go ahead. You can tell anything. ഷാർജ അല്ലേ? ഞാൻ ഷാർജയിൽ ലാസ്റ്റ് 2018 10th ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു വർക്ക്ഷോപ്പ് നടത്തിയത്. ഹൗ ടു റൈറ്റ് എക്സാം, ഹൗ ടു പ്രിപ്പയർ ഫോർ എക്സാംസ് എന്നൊക്കെ. Yes, doctor. Yeah. Pandit. Go ahead, Krishna. Introduce yourself. My name is Krishna, and I'm from Dubai. My school is in Sharjah, and my school name is DPS Sharjah. ഞാൻ വന്നിട്ടുണ്ട് ഷാർജ DPS ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ. ഗുഡ് ഗുഡ്. Next time കാണാം. Yeah, you must see Sharjah Dr. TPS. Then you can see which are all the places where I had sessions in Sharjah. Dubai Dr. TPS. You will see where all I had Dubai programs. Okay. My name is Ishika. I'm in 8th grade. I live in Dubai, and my school name is DPS Sharjah. Good. Wonderful. Thank you, sir. So ഇനിയുള്ള സെഷൻസിൽ ഞങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. So obviously the assignments keep coming, so that it's not for me, but you can also pick up assignments and then start doing, so that you improve yourself. And then we will give some options for you to present yourself, ask questions. Somebody can answer, somebody may ask questions, you can answer. All that will happen. Absolutely, sir. Yeah, come on. എനിക്കിപ്പോ യങ് ജനറേഷനോട് പറയാനുള്ളത്, ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്സ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള എമിനന്റ് പേഴ്സണാലിറ്റീസിനെ മീറ്റ് ചെയ്യാനോ, ഐ എം കമ്മിങ് ഫ്രം എ വില്ലേജ്. സോ എനിക്ക് യങ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഈ ഓപ്പർച്യൂണിറ്റി, ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പണ്ടെന്ന് പറയുന്നത് എൻ്റെ ഗ്രാമം അല്ലെങ്കിൽ എൻ്റെ ജില്ല, അതിൽ കൂടുതൽ എനിക്ക് ഐ കാൺ മീറ്റ് എനി വൺ റൈറ്റ്. ഇതെന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഐ വുഡ് സേ 15 തൊട്ടൊരു 25-30 വരെയാണ് നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഒരു 10 to 15 years if you hard work, you can do wonders in your life. Good. Come on. Doctor. Yeah. Logical thinking എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കൂടെ നമുക്ക് സോഫ്റ്റ് സ്കിൽ പഠിക്കുമ്പോൾ ലോജിക്കൽ തിങ്കിങ്ങും അതുമാതിരി തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് ഇതൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ഇതൊന്നും എൻറ്റയർലി ഡിഫറെന്റ് അല്ല. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഇഫ് ഐ ഡോണ്ട് ലോജിക്കലി തിങ്ക്, ഹൗ ഡു ഐ കമ്മ്യൂണിക്കേറ്റ്?
ഇപ്പൊ ക്രിയേറ്റിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. യു ഹാവ് ടു ബി ക്രിയേറ്റീവ്. എങ്ങനെയാണ് ക്രിയേറ്റീവ് ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരമില്ല. ഇപ്പൊ നമ്മള് ഈ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഈ വാട്ടർ ബോട്ടിലിന്റെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഓപ്പൺ. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചാൻസ് ആരെങ്കിലും ഇവിടെ പ്രസ് ചെയ്താലും ഇത് ഓപ്പൺ ആവും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഹൈലി ക്രിയേറ്റീവ് ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ ചുറ്റുമുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താം. അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. അതാണ് ലോജിക്കൽ. ലോജിക്കാണിത്. ബൈ ചാൻസ് പ്രസ് ചെയ്താൽ എന്ത് പറ്റും? മനസ്സിലായോ? ആ ലോജിക്കാണ് നമ്മളെ മെച്ചപ്പെടുത്തുക. അപ്പൊ ഓരോ സംഭവം ചെയ്യുമ്പോഴും അതിന്റെ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൈ 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 വൈ, അതാണ് ലോജിക്ക്. ഇപ്പോ കീപ് ആസ്കിങ് വൈ, വേർ, വെൻ, ഹൗ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമ്പോൾ ഇറ്റ് ബിക്കം സോ സിമ്പിൾ. അത് മാത്സിൽ ആണ് ഉപയോഗിക്കുക എന്നൊക്കെ പലരും പറയും. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് അല്ല. അപ്പൊ മാത്തമാറ്റിക്സിൽ നമുക്ക് ആ ലോജിക്ക് കിട്ടണമെങ്കിൽ അതിന്റെ അകത്ത് കയറിയാൽ കിട്ടില്ല, പുറത്ത് നിന്ന് നോക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 5ന്റെ മൾട്ടിപ്പിൾസ്. 5 സ്ക്വയർ എത്രയാ? ഉത്തരം 25. 15 സ്ക്വയർ 25. 25 സ്ക്വയർ 25. 625. 35 സ്ക്വയർ 1225. 45 സ്ക്വയർ. അറിയില്ല. ഇപ്പൊ ഇതുവരെ പറഞ്ഞതില് 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 നെക്സ്റ്റ് നമ്പർ 3. 2 into 3 6 എഴുതിയിട്ട് 25 എഴുതിയ 25ന്റെ സ്ക്വയർ ആയി. 35ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 നെക്സ്റ്റ് നമ്പർ 4. 3 into 4 12, 25 എന്നായി. അപ്പൊ 45ന്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം? 4ന്റെ നെക്സ്റ്റ് നമ്പർ 5. 4 into 5 20, 20 25. 65ന്റെ സ്ക്വയർ 6ന്റെ നെക്സ്റ്റ് നമ്പർ 7. 6 into 7 42, 4225 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ കുറച്ച് ദൂരെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് 25 ഒക്കെ കോമൺ ആണ്. ഇതെന്നെ ഡോക്ടർ TPS ആരും പഠിപ്പിച്ചതല്ല. ഇന്നിപ്പോ യൂട്യൂബിലൊക്കെ കാണും. ഈ യൂട്യൂബിൽ കാണുന്നതിന് മുമ്പ് തന്റെ പ്രായത്തിൽ ഞാൻ സ്വന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോജിക്ക് എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് എന്തോ ഒരു ഫോം ഉണ്ടല്ലോ. സോ ഐ ക്യാൻ ഡു ഇറ്റ്. KLH, KL യൂണിവേഴ്സിറ്റി. KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദിന്റെ ഷോർട്ട് ഫോം ആണ് KLH. ഡോക്ടർ TPS നടിച്ചാൽ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ BTech, MTech, MBA, BBA ഇവരൊക്കെ ഒരേ സമയത്ത് പഠിപ്പിക്കുന്ന എന്റെ ക്ലാസ് കാണും. ആ ക്ലാസിന്റെ പേര് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ കോർപ്പറേറ്റ് ജോബ് കിട്ടാം. അതിൽ ഞാൻ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വീഡിയോയിൽ ഞാൻ ചില ടേബിളൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ ഇരുന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ പടപടപടാന്ന് പറയും. കുറേ കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അവരൊക്കെ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് നോട്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരുമ്പോഴാണ് ഞാൻ അവർക്ക് അസൈൻമെന്റ്സിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്ക് കൊടുക്കുക. അപ്പൊ മാത്തമാറ്റിക്സ് ബോർഡില്ലാതെ, പവർ പോയിന്റ് ഇല്ലാതെ വായ കൊണ്ട് പഠിപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് ഇതേപോലെ നോട്ടാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ യു ലേൺഡ് ദറ്റ്. അതിലുള്ള മിക്കവാറും ചോദ്യങ്ങൾക്ക് ഈ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ക്രിയേറ്റിവിറ്റി ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്താൽ കുറേ നിങ്ങൾക്ക് കിട്ടും. സിമിലർ ടു ദാറ്റ് വി ക്യാൻ ഡു സം ടൈം, നോ ഇഷ്യൂ. ഓക്കെ, ഇത് തന്നെയാണ് UGC നെറ്റ് എക്സാം. ഇപ്പം മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു, PhD ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ MPhil കഴിഞ്ഞു, നിങ്ങൾക്ക് നെറ്റ് പാസ്സാവണം. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ടീച്ചർമാരാവണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇത് പാസ്സായാലേ ആവുള്ളൂ. അവർക്കും ഇതേ ചോദ്യമാണ്. IASനും ഇതേ ചോദ്യമാണ്. GREക്കും ഇതേ ചോദ്യമാണ്. ഗേറ്റിനും ഇതേ ചോദ്യമാണ്. അപ്പൊ ഇത് മിക്കവാറും എന്താ ചെയ്യാം? നിങ്ങൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ട് ഏതെങ്കിലും തുക്കട കോച്ചിങ് സെന്ററിൽ പോയിട്ട് എല്ലാത്തിനും തോറ്റിട്ടുള്ള, ഇതുവരെ പാസ്സാവാണ്ട് ജോലിയൊന്നും കിട്ടാത്തപ്പോ തുറന്നു വെച്ചിരിക്കുന്ന ട്യൂഷൻ സെന്ററിൽ പോയിട്ട് ഇത് അറ്റൻഡ് ചെയ്യും. അയാൾ ഇതുവരെ ഒരു പരീക്ഷയും പാസ്സായിട്ടുണ്ടാവില്ല.
അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ പ്രായം മുതൽ ലുക്ക് അറ്റ് ലോജിക്കലി ഓരോ സംഭവം കാണുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു നോ. ഇപ്പൊ നമ്മളൊരു വീടിന്റെ പ്ലാൻ കണ്ടാൽ, ഒരു വീടിന്റെ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ കിച്ചൺ എവിടെയാന്ന് ചോദിക്കേണ്ട ആവശ്യം വരില്ല. കൃത്യമായിട്ട് നമുക്ക് ഇന്നെടുത്താന്ന് അറിയാം. കാരണം അതിന്റെ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ലോജിക്കാണ്. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പഠിക്കാനുള്ള വിഷയം മാത്രമല്ല, ബാക്കിയുള്ള പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ ഒരുപോലെ പോകുമ്പോൾ യു ബിക്കം ലോജിക്കലി ഗ്രേറ്റ്. ഗുഡ്, Thank you. വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. പിന്നെ Namaskaram, sir. നമസ്കാരം. Sir, Doctor, first of all, I want to say on behalf of everyone present in this meeting that how grateful sir to be attend a meeting conducted by a honorable person as you. Thank you, Vaishnav. Express my gratitude on behalf of everyone. In most of my videos, you can see Vaishnav's comment, and you can see his credibility in the words what she uses. Good, thank you, Vaishnav. So, Doctor, why I have approached you right now is to present a query that is common to most of us, but has some trouble expressing it, and it has some regards to public speaking. So, the most common issue that I face while public speaking is that I will finish the speaking, I will finish my presentation, but people will often comment how nervous I look on stage. But everybody feels nervous and we all try to hide it. But how can we hide it more perfectly? എൻ്റെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ സാധാരണ പറയാറുള്ളത്, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റഡ് ക്ലാസ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. എന്താ പറയാ? കമ്മ്യൂണിക്കേഷൻ എന്നാ പറയാ. ബട്ട് വെൻ വി ടോക്ക് ടു സംബഡി, ഇറ്റ് ഈസ് നോട്ട് കോൾഡ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് കോൾഡ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ എന്താ പറ്റുക? ഐ ലുക്ക് അറ്റ് സംബഡി, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദറ്റ് സബ്ജക്ട്. ഇപ്പൊ ഞാൻ പൊളിറ്റിക്സ് ആണ് പറയുന്നത്, വൈഷ്ണവക്ക് ഇഷ്ടമായിട്ടില്ല ഞാൻ പൊളിറ്റിക്സ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഉടനെ ടോപ്പിക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ദാറ്റ് പിക്ചർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും. പൊളിറ്റിക്സ് ആയിട്ടൊരു ബന്ധമില്ലാത്ത സംഭവമാണ്, ആണോ അല്ലയോ? ഇഫ് ഐ ക്യാൻ ഷിഫ്റ്റ് മൈ ടോപ്പിക് ഫ്രം വൺ ടു അനദർ, ഇറ്റ്സ് കോൾഡ് എ കാഷ്വൽ ഡിസ്കഷൻസിനെയാണ് കോൺവെർസേഷൻ എന്ന് പറയാം. വി ആർ ഇൻ എ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഫ്റ്റർ ഹാഫ് ആൻ അവർ ടോക്ക്, നത്തിങ് ഈസ് ദർ. There is nothing to convey. There is nothing as a takeaway. Got it? അത് വളരെ കാഷ്വൽ ആണ് നമ്മളൊക്കെ. ഇപ്പൊ ഞാൻ വൈഷ്ണവ് പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നതല്ല, ഞാൻ കോൺവെർസേഷൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ വൈഷ്ണയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചേഞ്ച് ആയി. യു അണ്ടർസ്റ്റുഡ്? ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ എം സെയിങ്? സോ യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ എ കോൺവെർസേഷണൽ മൂഡ്. മനസ്സിലാവുണ്ടോ? സീരിയസ് ആണ് ആക്ടിവിറ്റി, ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് എ കാഷ്വൽ സ്റ്റൈൽ. അതെപ്പോഴാവുക? ഇറ്റ് കംസ് ഫ്രം മൈ ഹാർട്ട്, നോട്ട് ഫ്രം മൈ ബ്രെയിൻ. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യണം, വാട്ട് അതേഴ്സ് വിൽ തിങ്ക് അബൌട്ട് മീ, ഐ മസ്റ്റ് ഫിനിഷ് ഇൻ ദിസ് മച്ച് ടൈം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇറ്റ് ടേക്സ് ലിറ്റിൽ ബിറ്റ് ഓഫ് എഫേർട്ട്. ഇപ്പം ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് അങ്ങനെയാണ്. ഐ യൂസ് ടു ഹാവ് ലോട്ട് ഓഫ് ചിറ്റ്സ്. കുറേ എഴുതി വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകും, അതിനെ സീക്വൻസ് മാറ്റിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ, എനിക്ക് ഓർമ്മയുണ്ട് നോയിഡയിലെ ഒരു ലെക്ചർ, അതുണ്ടോന്ന് അറിയില്ല വീഡിയോയിൽ എവിടെയെങ്കിലും, യു മസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്, നോയിഡ ഡോക്ടർ TPS. ഓക്കെ, ആദ്യം പറഞ്ഞത് ഹാഫ് ആൻ അവർ ലെക്ചർ ടൈം ഉണ്ടെന്നാണ്. സോ ഐ പ്രിപ്പയർഡ് ഫോർ ഹാഫ് ആൻ അവർ. ഇറ്റ്സ് എ വെരി സീരിയസ് ടോപ്പിക്. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞത് യു ഹാവ് ഓൺലി 10 minutes. എന്ത് ചെയ്യും? ഞാൻ ആദ്യം തന്നെ സ്റ്റേജിൽ കയറി പറഞ്ഞത് ജനറൽ മൈ സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് 60 words per minute, but today I am going to make it 300. If you get it or not doesn't matter, record it and listen it to that later. എന്നിട്ട് ഞാൻ പ്ലാ 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 അടിച്ചു പോയിട്ടുണ്ട്. കാരണം ഐ ഡോണ്ട് കെയർ വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് മീ. മനസ്സിലായോ? ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രസന്റ് ചെയ്യുന്നു വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ് ഇൻ എ കൺസ്ട്രെയിൻഡ് സിറ്റുവേഷൻ. അത് സമയമാവാം, ഓഡിയൻസ് ശ്രദ്ധിക്കാത്തതാവാം. യു ഹാവ് യുവർ ലിബർട്ടി. നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ഒന്ന് ചെയ്ത് ഫസ്റ്റ് റാങ്ക് കിട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി, ദാറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. മോളുടെ ഏജിലൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്.
എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ജിമീറ്റ്. ക്ലാസ്സിൽ 30 പേരോട് പോലും സംസാരിക്കില്ല. യു വിൽ ബി സർപ്രൈസ് ടു നോ, എൻ്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ എന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അവർക്കൊന്നും ഇങ്ങനൊരു മനുഷ്യൻ അവിടെ ഉണ്ടായ ഒരു ജന്തു ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയില്ല. അവ സോ ഇൻസിഗ്നിഫിക്കന്റ് ഇൻ ദറ്റ് ക്ലാസ്. മനസ്സിലായോ? ആ സമയത്ത് നിങ്ങൾ എന്താണോ എന്നുള്ളതല്ല നാളെ നിങ്ങൾ എന്താവും എന്ന് തീരുമാനിക്കുന്നത്. സോ ഡോണ്ട് വറി. നമ്മൾ ഈ കാലത്ത് ഇങ്ങനെയാണ്. ബട്ട് യു ഹാവ് കണ്ടന്റ്, യു ഹാവ് ക്രിയേറ്റിവിറ്റി, യു ഹാവ് യുവർ ലാംഗ്വേജ്. വണ്ടർഫുൾ, വെരി ഗുഡ്. യു ക്യാൻ ഓൾവേസ് മേക്ക്. നിങ്ങൾ അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് വെറീഡ് ആവുമ്പോഴാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ആൻഡ് 2-3 ടൈംസ് പീപ്പിൾ സെഡ് നോ, നെർവസ് ആണെന്ന് തോന്നുന്നു, യു ആർ നോട്ട് ഗുഡ്. ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കും. യു വിൽ ഗെറ്റ് മോർ. സോ ഇപ്പൊ അനന്തപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ക്യാമ്പ് നടത്തുമ്പോൾ സ്ഥിരമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ, അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇയാൾ നന്നായിട്ട് പാട്ട് പാടും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് പാട്ട് നിർത്തി. കാരണം ആരൊക്കെയോ കുറ്റം പറഞ്ഞു എന്നുള്ളതാണ്. He said, no, I am not going to sing. ബട്ട് അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച കുറച്ച് സമയം അവനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും he became so casual. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അവനെ കൊണ്ട് ഞാൻ പാട്ട് പഠിപ്പിച്ചു. He became so excellent. അവൻ മാത്രമല്ല, അവന്റെ ഫ്രണ്ട്സ് ഒക്കെ കരിയായിരുന്നു. കാരണം ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റിയിട്ടില്ല ഈ പാട്ട് നിർത്തിയാൽ ഇങ്ങനെ പാടും. നമ്മൾ ആരും പറയുന്നതിനെ പറ്റി ബോധടാണ്. എന്റെ ക്യാമ്പിലുണ്ട് ഒരു പയ്യൻ, തൃശ്ശൂരുള്ള ഒരു പയ്യൻ, നല്ലോണം തബല കൊട്ടുന്നതാണ്. നിർത്തി, കാരണം ആരോ ഒരാൾ കുറ്റം പറഞ്ഞതാണ്. അവന്റെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നത്. അതാണെങ്കിൽ അവൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ ഞാൻ പറഞ്ഞു സീക്രട്ട്ലി യുവർ പാരന്റ്സ്, അവരോട് പറഞ്ഞു ഡിക്കിയിൽ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുക, വീട്ടില് ഒളിപ്പിച്ചു വെച്ചോളൂ. വന്നതിന് ശേഷം അവൻ വായിക്കും കൃത്യസമയം വരുമ്പോൾ. അത് ആ വീഡിയോ ഉണ്ട്. ആളുടെ പേരും ഒന്നും ഞാൻ അതിനകത്ത് ഇട്ടിട്ടില്ല, പക്ഷെ വീഡിയോ ഉണ്ട്. അസലായിട്ട് കൊട്ടുന്നൊരു വീഡിയോ ഉണ്ട്. കാരണം എൻ്റെ കസിൻ ബ്രദറൊക്കെ കസിൻ എന്ന് പറഞ്ഞ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളുണ്ട്. വ്യത്യസ്ത ഭാഷകളിൽ പാടും. രാംദാസ് ഏട്ടൻ എൻ്റെ ക്യാമ്പുകളുടെയൊക്കെ ഒരു കോമൺ ഫാക്ടർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം പാടാൻ തുടങ്ങി, കുറെ ബാക്കിയുള്ളവരൊക്കെ പാടി. അതൊക്കെ കഴിയുമ്പോൾ ഇവന്റെ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. കാരണം ഈ പഠിച്ച ഒരാൾക്ക് ഇത് അനങ്ങാണ്ടിരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു യു വാണ്ട് ടു പ്ലേ സം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്, ദെൻ ഐ വിൽ ഗെറ്റ് യു എന്ന് പറഞ്ഞു. നേരെ കൊണ്ടുവച്ചു. ഇത് എന്റേതാണല്ലോ. ഞാൻ പറഞ്ഞു നിന്റെ തന്നെയാ, കൊട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഓഫ്, എല്ലാം മറന്നവൻ കൊട്ടി. അപ്പൊ നമുക്ക് ഒരു സമയത്ത് ചെയ്തിട്ടില്ല, ഒരു സമയത്ത് ചെയ്തു എന്നൊക്കെ ഒരു മൂഡാണ്. ദാറ്റ് വിൽ ചേഞ്ച്. സോ ഷോ യുവർ പ്ലസന്റ്. ഇപ്പൊ നമ്മുടെ മുഖത്തേക്ക് ഒരാൾ നോക്കണമെങ്കിൽ നമ്മുടെ മുഖം കുറച്ചും കൂടി ഒരു പ്ലസന്റ് ഒക്കെ ആവണം. അപ്പൊ അതുകൊണ്ട് സ്മൈലിംഗിലി ആണ് ബെറ്റർ. അപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ദോ യു ഡോണ്ട് ഹാവ്, ഇപ്പം സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരെങ്ങനെ അഭിനയിക്കണേ? അവർക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടായിട്ടാണോ തമാശ പറഞ്ഞിട്ട് ചിരിക്കുന്നതും? 10 പ്രാവശ്യമൊക്കെ ഒരേ തമാശ പറഞ്ഞ് ആർക്കും ചിരിക്കാൻ പറ്റും? ഇല്ലല്ലോ. എന്നാലും സിനിമ അഭിനയിക്കുമ്പോൾ പല പ്രാവശ്യം ടേക്ക് ഉണ്ടാവില്ലേ? ഇറ്റ്സ് ഓൾ ആക്ടിങ്. ഏറ്റവും ദുരിതം പിടിച്ചൊരു പണി എന്ന് പറയുന്നത് സിനിമ അഭിനയം എന്ന് പറയാറുണ്ട്. കൊരങ്ങന്മാരുടെ പണി ചെയ്യണം. ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ അതൊന്നും ഇല്ലെങ്കിലും അങ്ങനെ അഭിനയിക്കണ്ടേ? ഈ പറയുന്ന മഹാനടന്മാരൊക്കെ എന്ത് മണ്ടന്മാരാന്ന് ആലോചിച്ച് നോക്കൂ. ഐ ഫീൽ പിറ്റി ഓൺ ദം റിയലി. ഞാനും അഭിനയിക്കാറുണ്ട്. ഞാനും ചെറിയ അഭിനയങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഐ കോണ്ട്, ആരെങ്കിലും പറയുന്ന അതുപോലെ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. ഐ കോണ്ട് ഡു ഇറ്റ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ പ്രസന്റ് ചെയ്യുന്ന എന്റെ വിധം, ഐ വിൽ ഡു ഇറ്റ്. And do it with all the pleasant mood, style, the way in which genuinely you are. Don't try to do something which you are not. അപ്പോൾ സ്കൂളിലൊക്കെ പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ഒരു റൂളൊക്കെ പറയുമ്പോൾ പലപ്പോഴും കോൺഫറൻസുകളൊക്കെ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ ഒരു ട്രയൽ പ്രസന്റേഷൻ നടക്കും. അപ്പൊ അവർ വെൽ ഡൺ എന്നൊക്കെ പറയും. ഐ ഡോണ്ട് നോ, ഇവിടെ ഐ വെൽ ഡൺ, അവിടെ ഒന്നും ചിലപ്പോൾ നടന്നു വരില്ല അവർ. കാരണം ഐ കോണ്ട് റിപ്പീറ്റ് ദ സെയിം വേ സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ. ഐ ആം നോട്ട് ദാറ്റ്, ഐ എം ക്രിയേറ്റീവ്. അപ്പൊ ഓരോ സമയത്തും നമ്മൾ മാറും. അപ്പൊ ജെന്യൂൻലി ക്രിയേറ്റീവ് ആകുമ്പോൾ ചിലപ്പോൾ ടുഡേ ദേ മേ ഫൈൻഡ് യു ഫെയിലിയർ, ബട്ട് ടുമോറോ യു വിൽ ബിക്കം ജെന്യൂൻലി ഗുഡ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പോണാൽ പോകട്ടും പോടാ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതാണ് മൂഡ് എപ്പോഴും. ദേ ആർ നോട്ട് പ്രോബബ്ലി എലിജിബിൾ ടു അസസ് യു പ്രോപ്പർലി. അത്രയൊക്കെ കരുതിയാൽ മതി. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് യുവർ വേൾഡ്. യുവർ വേൾഡ് ഈസ് മച്ച് ബിഗർ, ലാർജർ, ഹയർ ഔട്ട്സൈഡ്. സോ ഡു ഇറ്റ്. Thank you, Dr. Thank you so much. You are good, Vaishna. You will do well. Immediate. If nothing is there, we'll close. നമസ്തേ ഡോക്ടർ. Namaste. എൻ്റെ പേര് നിവീത്. ഞാനിപ്പോൾ നേവൽ ആർക്കിടെക്ചറിന് എടുത്തിട്ടുണ്ട്, ബിടെക് 4 വർഷത്തെ കോഴ്സ്. Okay.
അപ്പൊ അതിന്റെ ഒപ്പം വേറെ വല്ല കോഴ്സ് എക്സ്ട്രാ ആയിട്ട് വല്ലതും ചെയ്യണോ എന്നറിയാൻ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. കാരണം എന്താ വെച്ചാൽ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെയ്യാം. ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഇന്ന് ഒരാൾ മെസ്സേജ് അയച്ചത്, ഞാൻ പൈസ കൊടുത്തിട്ട് വേറൊരു പ്രോഗ്രാമിൽ ചേർന്ന് പോയി, ഡോക്ടർ TPSന്റെ ഇതുണ്ടെന്ന് അറിഞ്ഞില്ല, അപ്പൊ അത് കാശ് കൊടുത്താണല്ലോ, അത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവിടെ പോവാണ്. ആലോചിച്ച് നോക്കുക. അപ്പൊ കാശിനാണ് ഇമ്പോർട്ടൻസ്, നോട്ട് ദ ക്ലാസ്. പ്രയോറിറ്റി അങ്ങനെയാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ ഏത് കോഴ്സിന് ചേരുമ്പോഴും ഡോണ്ട് പേ മണി. ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് ഫ്രീ പ്രോഗ്രാംസ് അവൈലബിൾ. ഏത് ബിടെക്കാരനും പഠിക്കേണ്ടത് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും, ബേസിക് അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അപ്ലൈഡ് കെമിസ്ട്രി, അപ്ലൈഡ് ഫിസിക്സ് നല്ലപോലെ അറിയണം. ലോട്ട് ഓഫ് കോഴ്സസ് ആർ ദർ. അപ്പൊ അത് വെച്ചിട്ട് പഠിക്കാം. പിന്നെ നേവൽ ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ കുറേ പഠിക്കാൻ. നേവിയിലെ നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്യാം. സാധാരണ സ്പീഡ് പറയുന്ന പോലെയല്ല നോട്ടിക്കൽ മൈൽ പറയുന്നത്. ബാത്തിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സിയുടെ അണ്ടറിലുള്ള ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലുള്ളത്. തീർത്തൊക്കെ നന്നായിട്ട് അറിയാം. മാപ്പിംഗ് എന്ന് പറയുന്നത് അതാണ് സിവിൽ എഞ്ചിനീയറിംഗും സർവേയേഴ്സും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ കടലിന്റെ അടിയിലാവുമ്പോൾ അതിന് ബാത്തിമെട്രിക് മാപ്പ് എന്നാ പറയാം. കടലിന്റെ അടിയിൽ എത്ര ആഴമുണ്ട്, അവിടെ എത്ര നദികളുണ്ട്. കടലിന്റെ അടിയിൽ കുറെ നദികളും പർവ്വതങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിലബസിൽ അതൊന്നും ഉണ്ടാവില്ല. ബട്ട് യു ക്യാൻ ഓൾവേസ് സ്റ്റഡി ബിക്കോസ് ദേ ആർ ഓൾ റിലേറ്റഡ്. അതുപോലെ നിങ്ങളുടെ തന്നെ, ഞാനിപ്പം ശ്രീലങ്ക ഡോക്ടർ TPS അടിച്ചാൽ ശ്രീലങ്കയിലുള്ള ഈ മറൈൻ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയത് കാണാം. അവർക്ക് അവരുടെ ഷിപ്പ് തന്നെ അതിനകത്തുണ്ട്. അവരുടെ ക്യാമ്പസിനകത്തൊരു ഷിപ്പ് കയറ്റിയ പോലെയാണ്. അപ്പോൾ അവിടെ ഞാൻ കുറേ സബ്മറൈൻസും കുറേ ഷിപ്പുകളും ക്രൂയിസ് ഷിപ്പുകളും നേവിയുടെ ഷിപ്പുകളും സബ്മറൈൻസിന്റെ അകത്തും ഒക്കെ പോയിട്ടുള്ള ആളാണ്. ഇതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. യു ആർ നോട്ട് ഫിസിക്കലി ഗോ, അത് ചെയ്യാൻ പറ്റില്ലായിരിക്കാം ചിലപ്പോൾ. ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായതുകൊണ്ട് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കാണണം. അത് കാണുമ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥ ഷിപ്പ്. ഇപ്പൊ ഇന്നലെ ആരോ ചോദിച്ചു മർച്ചന്റ് നേവിയിൽ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഡോണ്ട് ഗോ ടു മർച്ചന്റ് നേവി. കാരണം മർച്ചന്റ് നേവി മുനിസിപ്പാലിറ്റി ലോറി പോലെയും നമ്മുടെ നേവിയുടെ അല്ലെങ്കിൽ ക്രൂയിസ് ഷിപ്പ് അല്ലെങ്കിൽ പാസഞ്ചർ ഷിപ്പ് എന്ന് പറയുന്നത് വാൾവോ ബസ് പോലെയാണ്. അപ്പൊ ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പൊ അത് ഏതിൽ പണിയെടുക്കണം നിങ്ങൾ തീരുമാനിക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ എങ്ങനെ നമുക്ക് അറിയാം? എവറിത്തിങ് ഈസ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ്. ഇപ്പൊ കുറേ പൈപ്പുകൾ ലൈനുകളുണ്ട്. ഇപ്പൊ നമ്മുടെ കൊച്ചിൻ റിഫൈനറിയിലേക്ക് വരുന്ന ഓയിൽ, അത് വരുന്നത് അണ്ടർ ദ സീ വലിയ പൈപ്പിലൂടെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പിന്നെ ക്രൂഡ് ഓയിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാത്തൊരു സംഭവമായിട്ട് നമ്മൾ കടലിനെ കുറിച്ച് പഠിച്ചിട്ട് എന്താ കാര്യം? ഇപ്പം അമേരിക്കയിൽ നിന്നോ കനഡയിൽ നിന്നോ എന്നോട് സംസാരിക്കുന്ന സൂരജ് സംസാരിക്കുമ്പോൾ ആ ഇന്റർനെറ്റ് കണക്ഷൻ വരുന്നത് അണ്ടർ ദ സീ ഫൈബർ കേബിളിലൂടെയാണ്. ഇത് നമ്മൾ അറിയണ്ടേ. കടല് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷിപ്പ് മാത്രം പോരാ, ആ പരിതസ്ഥിതി കംപ്ലീറ്റ് അറിയണം. സീസ്പിരസി എന്ന് പറഞ്ഞൊരു ഒരു സീരീസ് ഉണ്ട്. സീസ്പിരസി, കോൺസ്പിരസി എന്നുള്ളതിനടുത്ത് കോൺസ്പിരസിക്ക് പകരം സീസ്പിരസി. പിന്നെ ഫോറസ്ട്രീനെ കുറിച്ചുള്ളത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൗസ്പിരസി. അപ്പൊ സീസ്പിരസി കാണുമ്പോൾ മനസ്സിലാവും കടലിലുള്ള എന്തൊക്കെയാ നടക്കണേ, കടലിൽ വെച്ചിട്ട് എന്തൊക്കെ കൊള്ളത്തരാ നടക്കണേ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. എൻവിറോൺമെന്റിനെ എങ്ങനെയാ അത് എഫക്ട് ചെയ്യുന്നു, ഇങ്ങനെ പലതും പഠിക്കാൻ പറ്റും. അപ്പോ എന്ത് പഠിക്കണം എന്നുള്ള ചോദ്യം പാടില്ല. ഞാൻ അവരോടൊക്കെ പറയാ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഞാൻ ഇന്ന സീരീസ് ആണ് കണ്ടത്, ഇന്ന ഡോക്യുമെന്ററി ആണ് കണ്ടത്, ഇന്ന സിനിമയാണ് കണ്ടത് എന്ന് പറഞ്ഞ് എനിക്ക് റിപ്പോർട്ട് ചെയ്യാം. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. കാരണം ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം ആവരുത്. കാരണം ഇത് ക്ലാസ്സോ സിലബസോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പടിയല്ല. യു മസ്റ്റ് സീ സംതിങ്, ലുക്ക് സംതിങ്. ഇപ്പൊ കുറെ കോഴ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. വളരെ റെയർ ആയിട്ടാണ് ആള് ഞാൻ ഈ കോഴ്സിന് ചേർന്നു ഇന്നതാണ് പഠിച്ചതെന്ന് എനിക്ക് പറയാം. ഡു ഇറ്റ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ പറയാം. ഐ മേ നോട്ട് നോ എവറിത്തിങ് ഇൻ ദ വേൾഡ്, റൈറ്റ്? അത് കഴിഞ്ഞ് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയും ഞാൻ ഇത്രയും കോഴ്സ് ചെയ്തു. ഐ ഗെറ്റ് സം ടൈം ഇറിറ്റേറ്റഡ്. ഐ കീപ് സേയിങ് ഐ ഓൺലി ഇൻട്രൊഡ്യൂസ്ഡ് യു ബട്ട് യു നെവർ റിപ്പോർട്ടഡ് ബാക്ക്, റൈറ്റ്? അതൊരു സാമാന്യ മര്യാദയല്ലേ. അതൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ പറയാം. സോ ഡോണ്ട് ആസ്ക് വാട്ട് ടു ഡു. ഒന്ന് ചെയ്തു തുടങ്ങിയാൽ യു വിൽ നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ആ തുടക്കം ഇല്ലാത്തതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഞാൻ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാം. ഡോണ്ട് വെയിറ്റ്. ആരും നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നില്ല എന്താണ് ഇപ്പൊ ചെയ്യാത്തത്. ബട്ട് ഐ വിൽ ആസ്ക്, സ്റ്റാർട്ട് നൗ, ടുഡേ. ഈ ജിമീറ്റ് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു കോഴ്സിനെങ്കിലും ചെയ്യാം.
ഓക്കെ, ഡോണ്ട് പേ, ഫ്രീ കോഴ്സ് മാത്രമേ ചെയ്യാവൂ. അവർ കാശ് ചോദിക്കുമ്പോൾ വെർത്താണെങ്കിൽ ചിലപ്പോൾ $100, $180, $300 ചോദിക്കും. ഇഫ് ഇറ്റ് ഈസ് റിയലി വർത്ത്, join. Otherwise, take a screen print and keep it, frame it and keep it and say, I have done this course. നിങ്ങൾ സർട്ടിഫൈ ചെയ്തിട്ടില്ല, എക്സാം എഴുതിയിട്ടില്ല എന്നുള്ളത് കുഴപ്പമൊന്നുമില്ലല്ലോ. അത്രേ വേണ്ടു. നമ്മൾ പനിക്ക് മരുന്ന് കഴിച്ചാൽ പനി ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം പനിയില്ല അല്ലേ, പനി ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഡോക്ടർ എഴുതി തരണം. ഇയാളുടെ 102 ഉള്ളത് ഇപ്പോൾ കുറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി തരേണ്ട കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ വില സർട്ടിഫിക്കറ്റ്. So don't worry about certificate. Your knowledge is important. Your ability is more important. Your credibility is that. Okay. So do as many courses as you want. ആ ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഓ, നമ്മളിപ്പോ സബ്ജക്റ്റുകൾ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്? സ്കൂളിലൊക്കെ ആയാലും ടീച്ചേഴ്സ് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നല്ല പെർസെന്റേജ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ പഠിപ്പിക്കണേ. അപ്പൊ നമുക്കിത് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഇപ്പൊ ആരെങ്കിലും നമ്മളിപ്പോ ഇപ്പൊ 12th കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കണല്ലോ. അതിന് ഇങ്ങനെയാണ് നമ്മൾ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നാനോ ടെക്നോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇതേ ചോദ്യം ചോദിച്ചത്. അയാൾ M.Tech നാനോ ടെക്നോളജിയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഉടനെ തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു, ടെൽ മീ വാട്ട് ഈസ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി M.Tech ആണ് ചെയ്യുന്നത്, പക്ഷെ നാനോ ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത ഉത്തരം ഞാൻ പറയാം. നമ്മുടെ ഈച്ചയെ കണ്ടിട്ടുണ്ടോ? അത് ബിസ്ക്കറ്റിന്റെ മുകളിൽ വന്നിട്ട് തിന്നും, കണ്ടിട്ടുണ്ടോ? അതിന് തിന്നാൻ വായുണ്ടോ? അതിനാകെ ഉള്ളത് നീഡിലാണ്. ഓക്കെ, ആ നീഡിൽ വെച്ചിട്ട് ലിക്വിഡ് സക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ തിന്നും? ബിസ്ക്കറ്റ് എങ്ങനെ തിന്നും? ബിസ്ക്കറ്റിന്റെ മുകളിലോ നമ്മൾ എന്ത് ഭക്ഷണം വെച്ചാലും, ഇപ്പൊ ചോറിന്റെ മുകളിൽ ഈച്ച വന്നിരിക്കുന്നുണ്ടാവും, കൊതുക് വന്നിരിക്കുന്നുണ്ടാവും. അതെങ്ങനെ തിന്നുന്നതെന്ന് ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അത് നാനോ ടെക്നോളജിയാണ്. അതിന്റെ വായ കാണാൻ പറ്റാത്ത അത്രയും ചെറുതാണ്. പിന്നെ എങ്ങനെയാ ഈ വലിയ ബിസ്ക്കറ്റിനെ അവർ തിന്നുക? അപ്പൊ ആദ്യം അതിന്റെ ഒരു സിറിഞ്ച് പോലുള്ള ഒരു നീഡിലൂടെ അതിന്റെ സലൈവ, തുപ്പല് എന്ത് ചെയ്യും? ഈ ബിസ്ക്കറ്റിന്റെ മുകളിൽ ഒഴിക്കും. എന്നിട്ട് അതിന്റെ 3-4 ബ്ലേഡ് ഉള്ള ഒരു സാധനം കൊണ്ടുപോയിട്ട് ഡ്രിൽ ചെയ്യും. എന്നിട്ട് നമ്മുടെ മിക്സി കലക്കുന്നത് പോലെ കലക്കിയിട്ട് ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കും. എന്നിട്ട് അടുത്ത നീഡിൽ കൊണ്ട് അതിനെ വലിച്ചു കുടിക്കും എന്ന് പറഞ്ഞിട്ട് വലിച്ചു കുടിക്കും. മനസ്സിലാണ്ടോ? അപ്പൊ നമ്മുടെ മേത്തുള്ള ബ്ലഡ് എടുക്കാൻ വേണ്ടി കൊതു വരുന്നു. അതെങ്ങനെ എടുക്കണേ? ആദ്യം വന്നിരുന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ തരും. അതൊരു സഡേഷനാണ്. ആ ഭാഗത്ത് ലോക്കൽ അനസ്തീഷ്യ തരും. നിങ്ങൾ കാണാത്തൊരു കൊതു, ചെവിയുടെ അടുത്ത് കേൾക്കാത്തൊരു കൊതു നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്ത് എവിടെ വന്നിരുന്നാലും നിങ്ങൾ അറിയില്ല. കാരണം ആദ്യം അത് സഡേഷൻ തരും, നമ്മൾ അവിടെ മരവിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കുത്തിയിട്ട് ബ്ലഡ് എടുത്തിട്ട് പോകും. ആ ബ്ലഡ് എടുത്ത് പോകുന്ന സമയത്ത് ഒരു ഇഞ്ചക്ഷനും കൂടി തരും. ആ ഇഞ്ചക്ഷൻ എന്താ അറിയോ? ആന്റി സഡേഷൻ. ആ തൽക്കാലം കൊടുത്തത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്തു പോയാൽ കൊതു കടിച്ചാൽ ഒരു കുഴപ്പമില്ല നമുക്ക്. പക്ഷേ നമ്മൾ ബൈ ചാൻസ് കണ്ടു എന്ന് വിചാരിച്ച ഒരു അടി അടിച്ചാൽ അതിന്റെ നീഡില് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ വരുമ്പോഴാണ് അത് പെരുത്തു വരുന്നതും ചൊറിച്ചൽ വരുന്നതും. അപ്പൊ അതുകൊണ്ട് കൊതു കടിക്കുമ്പോൾ അത് കടിച്ച് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. മിക്കവാറും അസുഖങ്ങളൊന്നും പകരുമില്ല. കാരണം ഈ സഡേഷൻ ഉള്ളത് കൊണ്ട് ബാക്കി ബാക്ടീരിയകൾക്കൊന്നും നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് പല ഇഞ്ചക്ഷനും എടുക്കുമ്പോൾ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് വിചാരിക്കും. വേദന ഉണ്ടാവും. അറിയാണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇഞ്ചക്ഷൻസ് ഒക്കെ അങ്ങനെയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നാനോ ടെക്നോളജി. മനസ്സിലാവുണ്ടോ? നമ്മളിപ്പോ സൂചി കാണാൻ പറ്റുന്ന ഒരു സൂചിയാണ്. കാണാൻ പറ്റാത്തൊരു സൂചി നമ്മുടെ മേത്ത് കയറിയാൽ എന്തിരിക്കും? ഇപ്പൊ ഞാൻ ഇതിന്റെ മുമ്പിലിരിക്കുന്ന ക്യാമറ ചെറിയൊരു ഡോട്ട് പോലെയാണ് എൻ്റെ ലാപ്ടോപ്പിന്റെ മുകളിൽ ഉണ്ടാവും. ഈ മൊബൈലിന്റെ മുകളിൽ കുറച്ചും കൂടി വലുതാണ് അല്ലേ? അതുപോലെ എനിക്ക് ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പൊ എൻ്റെ കൈയിന്റെ മുകളിൽ ഒരു ഡസ്റ്റ് ഉണ്ട്. ആ ഡസ്റ്റ് പോലെ ഒരു ക്യാമറ ഉണ്ടാക്കാൻ പറ്റിയാലോ? എന്നിട്ട് അതിനകത്ത് നമ്മളിപ്പോ ക്യാമറയിൽ ഒരു കേബിൾ വെക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. ഇതൊക്കെ എനിക്കൊരു പൗഡർ പോലെ ഉണ്ടാക്കാൻ പറ്റിയാലോ?
എവിടെയും എന്തും നമുക്ക് സ്പൈ ക്യാമറ പോലെ ഉപയോഗിക്കാം. ആണോ അല്ലയോ? ഇപ്പൊ നാനോ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ്. എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായിലേക്ക് ട്യൂബ് ഇട്ടിട്ട് വയറിലുള്ള എല്ലാ മുഴയും ഒക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് ചെയ്യുന്നു. അത് 3D എൻഡോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2 ക്യാമറ അയച്ചിട്ടാണ് അതിന്റെ സ്റ്റീരിയോ എടുത്തിട്ടാണ് അതിന്റെ കനം പോലും മെഷർ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ വലിയ ടെക്നിക്കൽ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെ പറഞ്ഞത്? വളരെ കാഷ്വൽ ആയിട്ട് അപ്ലിക്കേഷനോട് കൂടിയാണ് പറഞ്ഞത്. ആണോ അല്ലയോ? ഞാനിപ്പോ കാണുമ്പോൾ ഒരു കണ്ണടച്ചു കഴിഞ്ഞാൽ കാണുന്നതിന് മോണോ വിഷൻ എന്നാ പറയാ. 2 കണ്ണടച്ചു കഴിഞ്ഞാലും ഒന്ന് മാറ്റി അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 2 മോണോ വിഷൻ. അത് രണ്ടും കൂടി കയറുമ്പോഴാണ് സ്റ്റീരിയോ ആവുക. അപ്പോഴാണ് 3 ഡയമെൻഷൻ കാണുക. ഇത് വലിയ സയൻസ് ആണ്. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ ഇതേ സംഭവം വളരെ കാഷ്വൽ ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് എഫക്ട്സ് ഫാസ്റ്റർ. ഇപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ ആരോടോ ഞാൻ പറഞ്ഞു, അത് എൻ്റെ ഏതൊരു വീഡിയോയിലുണ്ട്. ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വണ്ടി ഒരു ചുമരിലേക്ക് ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെയാണ് മൊമെന്റം എന്ന് പറയുക. ഇത് ഇങ്ങനെ പറയാതെ എ മാസ് മൂവ്സ് ഇൻ സർട്ടൺ സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ അത് അബ്സ്ട്രാക്റ്റ് ആയി. പക്ഷെ മാസ് മൂവ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ കൈ എടുത്തിട്ട് ഒരു മാസ് മൂവ്സ് എന്ന് പറയുമ്പോൾ അത് കൈ ഇങ്ങനെ ഇടിക്കാൻ നോക്കണം. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുമ്പോൾ ഇറ്റ് ബിക്കം സോ സിമ്പിൾ. ഓക്കെ, ലവ് ഫോർ ഫിസിക്സ് വാൾട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ ഒരു ക്ലാസ് ഉണ്ട്, അത് കാണണം. 1-2 എണ്ണം. വാൾട്ടർ ലവ് ഫോർ ഫിസിക്സ് MIT പ്രൊഫസറാണ്. അയാള് സിമ്പിൾ പെൻഡിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി തലേദിവസം ക്ലാസ്സിൽ വന്നിട്ട് വലിയ ചെയിൻ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ തൂങ്ങിക്കിടന്നിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുക. നിങ്ങളുടെ മാഷന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഇപ്പൊ സുംബ ഡാൻസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും? ഇപ്പൊ ഫിസിക്സ് ഒക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന മാഷ് അനന്തൻ മാസ്റ്റർ ഡോക്ടർ TPS അടിച്ചു നോക്ക്. എന്റെ മാഷ് എന്റെ ക്യാമ്പുകളിൽ എങ്ങനെയാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാണുമ്പോഴും എയറോഫോയിൽ സെക്ഷനിങ് എങ്ങനെയാണ് ഫ്ലൈറ്റ് പറക്കുന്നതെന്ന് കാണാൻ അനന്തൻ മാഷ് വലിയ തെർമോ ഇതിന്റെ എന്താണ് നിങ്ങളൊക്കെ മോഡൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരെന്താണ്? തെർമോക്കോള്. ആ തെർമോക്കോൾ എന്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണെന്നറിയോ നിങ്ങൾക്ക്? തെർമോക്കോൾ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, എവിടുന്ന് ഉണ്ടാക്കുന്നത്? നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇതുവരെ അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് തെർമോക്കോൾ എന്ന് ചെയ്യുക, അപ്പൊ മനസ്സിലാവും. തെർമോക്കോള് ഓയിൽ റിഫൈനറിയിൽ നിന്ന് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പലതും നിങ്ങൾക്ക് അറിയില്ല. കാരണം വെച്ചാൽ നിങ്ങൾ അതിനെ കുറിച്ച് അതുകൊണ്ട് ചെയ്യേണ്ടത് എങ്ങനെ പഠിക്കണം എന്നാണ് ചോദ്യം. എന്ത് ചെയ്യണം? ചുറ്റും കാണുന്ന കുറേ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ഇറ്റ് ടു മീ. വി വിൽ പോസ്റ്റ് ഇറ്റ് ഇൻ അവർ ഗ്രൂപ്പ്. അങ്ങനെയല്ലേ പഠിക്കേണ്ടത്. നിങ്ങളുടെ നോളജ് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമല്ല എനിക്ക് വേണ്ടത്. യു സ്റ്റഡി സംതിങ്, മേക്ക് യുവർ ഓൺ പ്രസന്റേഷൻ, മേക്ക് ഇറ്റ് ലൈക്ക് എ വീഡിയോ ആൻഡ് ദെൻ സെൻഡ് ഇറ്റ് ടു മീ. ഓക്കെ, ആ തെർമോക്കോൾ എന്ത് ചെയ്യും അനന്തൻ മാസ്റ്റർ? എയർക്രാഫ്റ്റിന്റെ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എൻ്റെ വീട്ടിന്റെ 3ാമത്തെ ഫ്ലോറിന്റെ മുകളിൽ നിന്നിട്ട് അവിടുന്ന് ചുമ്മാ അങ്ങോട്ട് വിട്ടു പോകുമ്പോൾ അത് പതുക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നതാണ്. എക്സാക്ട്ലി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന പോലെയാണ്. ഇത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുമ്പോൾ എയറോഫോയിൽ സെക്ഷനിങ്, ലിഫ്റ്റ് ഫോഴ്സ്, ഡ്രാഗ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കുക. പക്ഷെ ഇതൊന്നും പഠിക്കുന്ന ഒരാൾക്ക് ഇത് കാണുന്നത് പോലെ ആവില്ല. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ TPS അനന്തൻ മാസ്റ്റർ, യു വിൽ സീ സം ക്ലാസ്സസ്. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ക്യാമ്പ് നടക്കുകയാണെങ്കിൽ അനന്തൻ മാസ്റ്റർ ബാഗുമായിട്ട് വരും. ആ ബാഗിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാപ്പിളപ്പാട്ടും സംസ്കൃതവും എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ. ഇടയ്ക്ക് വിളിക്കും മാഷ്, എന്താ ക്യാമ്പൊന്നും ഇല്ലാത്തത്, നിന്റെ ശബ്ദം കേൾക്കാനാണ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും നിങ്ങളുടെ മാഷന്മാര് 50 വർഷം കഴിഞ്ഞിട്ട്, 50 വർഷം മുമ്പ് എന്നെ പഠിപ്പിച്ചിട്ട് പോലും ഇല്ല. ഞാനൊക്കെ മോശം ബാച്ചിലായിരുന്നു, നല്ല ബാച്ചിൽ മാത്രം പഠിപ്പിക്കുന്ന മാഷാണ് അദ്ദേഹം. അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാനൊന്നും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ മാഷ് എന്നെ വിളിക്കും ഇടക്കിടക്ക്, ഞാൻ അങ്ങോട്ടല്ല വിളിക്കുക. അപ്പൊ അങ്ങനെ വിളിക്കുന്ന മാഷന്മാരൊക്കെ ഉണ്ട് നമുക്ക്. അവരൊക്കെ പഠിപ്പിക്കുമ്പോഴാണ്, പഠിപ്പിക്കുക മാത്രമല്ല അവർക്ക് സ്നേഹമുണ്ട്. അനന്തൻ മാസ്റ്റർക്ക് ഞാൻ അവാർഡ് കൊടുത്തിട്ടാണ്, ശിക്ഷയുടെ അവാർഡ് കൊടുത്തിട്ടുണ്ട്, ദ ക്രിയേറ്റീവ് സയൻസ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടും അവിടെയുള്ള ക്യാമ്പുകളുടെ ഭാഗമായിട്ട് അവിടെ വീട്ടിൽ പോകും. അങ്ങനെ അദ്ദേഹം പഠിച്ചത് ബയോളജിയാണ്, പഠിപ്പിച്ചത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയാണ്, ഇംഗ്ലീഷും ഒക്കെയാണ് പഠിപ്പിച്ചത്.
വണ്ടർഫുൾ പേഴ്സൺ. അങ്ങനെ കുറെ നല്ല മാഷന്മാരുണ്ട്. ഓക്കെ, അവരൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്കും അറിയാം, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെയാണ്, അദ്ദേഹത്തിന്റെ 1% ഒക്കെയാണ് ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടാവും. ഗ്രേറ്റ് ടീച്ചേഴ്സ് വിൽ മേക്ക് യു ഗ്രേറ്റ്. വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച്. somebody wanted to ask. സർ ഡോക്ടർ അനൂപാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഡീറ്റെയിൽസ് അയച്ചു തരാന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുത്തു, അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു, സ്റ്റഡി ചെയ്തു, വാട്ട് എവർ നമ്മൾ എന്താ പഠിച്ചാൽ വാട്ട് എവർ നോളജ് വി ഗെയിൻ റെസ്പെക്റ്റീവ്ലി, എല്ലാം നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗെയിൻ ചെയ്ത നോളജ് ഡോക്ടറിന് അയച്ചു തരാം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് എന്ത് മെത്തേഡിലാണ് അയച്ചു തരുന്നത്? എന്താണ് അതിന്റെ പ്രോസസ്? See the best method is to take a video. കാരണം നമ്മൾ വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും, നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്പർ 1. നമ്പർ 2, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല. അത് ടെക്സ്റ്റ് ആയിട്ട് അയക്കുകയാണെങ്കിൽ പ്രോബബ്ലി ഐ ക്യാൻ എഡിറ്റ്, ഇപ്പൊ ഐ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാനും ദുബായിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഏഷ്യാനെറ്റ് റേഡിയോ രമേശ് പയ്യന്നൂരിന്റെ കൂടെയുള്ള ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ സമയത്ത് ഒരു സംഭവം ചെയ്തിട്ടുള്ളത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റേഡിയോയിലാവുന്ന സമയത്ത് വീഡിയോന് പ്രാധാന്യമൊന്നുമില്ല, സൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഐ മെയ്ഡ് വീഡിയോ ആൻഡ് ദെൻ പോസ്റ്റ് ഇറ്റ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് വി വിൽ ആഡ് സം പിക്ചേഴ്സ്. ഇപ്പം മാമോത്ത് കേവിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ മമോത്ത് കേവിനെ കുറിച്ച് പറയുന്ന സമയത്ത് മാമോത്ത് എന്ന് പറയുന്ന ജീവി ഏതാണ്, അതിന്റെ ഒറിജിൻ എന്താണ്, വാട്ട് ഈസ് ദ ഒറിജിൻ ഫോർ ദറ്റ് വേർഡ്, അത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജനറൽ നോളജ് ഇംപ്രൂവ് ചെയ്യും, പ്രസന്റേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യും, ആൻഡ് യു മേക്ക് എ വീഡിയോ, യു ഗെറ്റ് കോൺഫിഡൻസ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ അതുപോലെ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റുന്നത്? ഐ ഹാവ് ഡൺ thousands. സോ ഐ ആം ഏത് ഇന്റർവ്യൂവിന് പോയാലും ദർ ഇസ് നോ ടേക്ക് ഫോർ മീ. ആക്ടിങ്ങിന്റെ സമയത്തും ദർ ഇസ് നോ ടേക്ക് ഫോർ മീ. I do it in my style, and that is airable എന്നാണ് പറയുക, ബ്രോഡ്കാസ്റ്റബിൾ ഡയലോഗ് എന്നാണ് പറയുക. ആ ബ്രോഡ്കാസ്റ്റബിൾ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് മീൻസ് യു ആർ ട്രെയിൻഡ് ഫോർ ഡൂയിങ് ഇറ്റ്. ഇപ്പൊ ന്യൂസ് വായിക്കുന്ന ആൾ ബ്രോഡ്കാസ്റ്റബിൾ ആവണം. തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യാണ്? യു കനോട്ട് കറക്റ്റ് ഇറ്റ്, റൈറ്റ്? അപ്പൊ ഇതൊരു ഒരു പ്രാക്ടീസ് ആണ്, ആൻഡ് യു ഗെറ്റ് പ്രാക്ടീസ്ഡ്. അതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും, കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. അത് നിങ്ങൾ എഴുതി ബൈഹാർട്ട് പഠിച്ചിട്ട് 100 പ്രാവശ്യം ചെയ്താലും ചെയ്യുന്നവരുണ്ടാവും. ദേ ആർ ഗുഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബട്ട് നോട്ട് ഇൻ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ കമ്മ്യൂണിക്കേഷൻ. ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ യു ഗെറ്റ് സ്കിൽ. കമ്മ്യൂണിക്കേഷൻ ഈസ് ജസ്റ്റ് ബ്ലാ ബ്ലാ ബ്ലാ. സം പീപ്പിൾ റൈറ്റ് ഇറ്റ് ആൻഡ് ദെൻ യൂസ് ഇറ്റ്. ബട്ട് യു മസ്റ്റ് നോ ഹൗ ടു മേക്ക് ഇറ്റ്. 5 മിനിറ്റ് ആണ് പ്രിപ്പയർ ചെയ്തത്, ഇമ്മീഡിയറ്റ്ലി ദേ സേ 2 minutes യു സ്റ്റാർട്ട് സ്വെറ്റിംഗ്. അതാവാണ്ടിരിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ദറ്റ് എബിലിറ്റി. അത്രേ ഉള്ളൂ. Sunita? Mr. Dr. TK. Yeah. Thank you so much for this opportunity and the wonderful talk. അത് വലിയൊരു അവസരമാണ്. ഞാൻ ആദ്യം എഴുതി ഫോർവേഡ് ചെയ്തിട്ടാണ് ഈ രജിസ്ട്രേഷൻ ചെയ്ത് കാണുന്നത്. അപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ജോയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വിചാരിച്ചത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ അത് ഡോക്ടർ ടീച്ചേഴ്സ് ആദ്യത്തെ ആ ഭാഗത്ത് കുറെ പറഞ്ഞു തന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാവും. അത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? അത് റൈറ്റ് വേയിൽ എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മുടെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു വീഡിയോ ആണ് കാണുന്നത് യൂട്യൂബിലെങ്കിൽ കമന്റിങ് ദർ ഇസ് യുവർ റെസ്പോൺസ്. അത് ജെന്യൂൻ ആയിട്ട് വരേണ്ടതാണ്. നമ്പർ 1. നമ്പർ 2, എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതും ഒരു റെസ്പോൺസ് ആണ്. ആ റെസ്പോൺസ് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? എഴുതിയിട്ടുള്ള കമന്റ് ഐ ക്യാൻ സി. നിങ്ങളുടെ റെഫറൻസ് പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് വരുമ്പോഴാണ്. ഇപ്പം ശ്രീധരേട്ടന്റെ റെഫറൻസ് പറഞ്ഞിട്ട്, സി ഐ ആം നോട്ട് ഈവൻ കോൺടാക്ട് വിത്ത് ശ്രീധരേട്ടൻ ഫോർ ലാസ്റ്റ് 8 or 10 years. പക്ഷെ അദ്ദേഹം റെഫർ ചെയ്തിട്ടാണ് അനൂപ് എന്റെ അടുത്ത് വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇമ്മീഡിയറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. സി സംതിങ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സംബഡി എൽസ് അറ്റ് റൈറ്റ് പോയിന്റ്. ദാറ്റ് റെഫറൻസ് ഈസ് എ റെസ്പോൺസ്. ഷെയറിംഗ് ഈസ് എ റെസ്പോൺസ്. അങ്ങനെ പലതും ആവാം റെസ്പോൺസ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് പറയുന്നത് എന്താണ്?
യു ഡു സംതിങ് വിച്ച് ഹാസ് ഗോട്ട് എൻ എഫക്ട് വിച്ച് ഇൻഫ്ലുവൻസസ് സംബഡി. അപ്പൊ അതാണ് റെസ്പോൺസ് ആവേണ്ടത്. അത് വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്നതും വളരെ ജെന്യൂൻ ആയിട്ട് ചെയ്യുന്നതും മനസ്സിലാവും. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ളത് ചെയ്യുക, കാഷ്വൽ ആണെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. ഇപ്പൊ തീർത്ഥ എഴുതുന്ന എല്ലാ കമന്റ്സും ഞാൻ വായിക്കുന്നുണ്ട്, ഡോണ്ട് തിങ്ക് അതർവൈസ്. ഇപ്പൊ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഈ ഒരു അവസരം വരുമ്പോൾ ഐ എം റെസ്പോണ്ടിങ്. ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, തീർത്ഥ എല്ലാത്തിലും എഴുതുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു റെസ്പോൺസ് ആണ്. സോ സംടൈം റെസ്പോൺസ് കം ഇമ്മീഡിയറ്റ്ലി. നമുക്ക് ചിലപ്പോൾ റെസ്പോൺസ് അങ്ങനെ ഇമ്മീഡിയറ്റ് കൊടുക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. കാരണം ഞാൻ ഒരു യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരു 100 മെസ്സേജുകൾ ഉണ്ടാവും. അതിൽ ചിലത് വളരെ കെയർഫുൾ ആയിട്ട് വായിക്കും. ചിലർ ചോദിക്കുന്ന ചോദ്യം വളരെ രസകരമാണ്, ചിലർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നെഗറ്റീവ് റെസ്പോൺസ് ആണ്. വാട്ട് ഈസ് യുവർ ടെലിഫോൺ നമ്പർ എന്നാണ് ചോദിക്കുക. എല്ലാ വീഡിയോന്റെ താഴത്തും ടെലിഫോൺ നമ്പർ ഉണ്ട്. ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? എന്റെ ടെലിഫോൺ നമ്പർ അവിടെ ഇട്ട് കൊടുക്കണം. ഇറ്റ്സ് ആക്ച്വലി ഇമ്മച്യൂർഡ് റെസ്പോൺസ്, റൈറ്റ്? പിന്നെ രണ്ടാമത് എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ whatsapp.me/ എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ ഇടും. കാരണം അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ അടുത്ത് വരും. അതുപോലും ചെയ്യാറില്ല. സോ ദേ ആർ ആസ്കിങ്, ഐ ആം റെസ്പോണ്ടിങ്, ബട്ട് ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് ടു മൈ റെസ്പോൺസ്. മനസ്സിലായോ? അപ്പൊ അതങ്ങനെ കുറെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും. എന്തിനാ ചെയ്യണമെന്ന് ആലോചിക്കും. ഇപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള റെസ്പോൺസ്, ജെന്യൂൻ ആയിട്ടുള്ള കറസ്പോണ്ടൻസി ഈസ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ, കറസ്പോണ്ടൻസ്, ജെന്യൂനിറ്റി, ഇത് മൂന്നുണ്ടെങ്കിൽ അതിനെ റെസ്പോൺസ് എന്ന് പറയും. ഇപ്പൊ ഒരു കോൺവെർസേഷനിൽ വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പ്രഷൻസ് അത് ഒരു റെസ്പോൺസ് ആയിട്ട് ആണ്. പലപ്പോഴും നമ്മളിപ്പോ പറയുമ്പോൾ, നമ്മൾ കോൺവെർസേഷൻ വരുമ്പോൾ ഞാനിപ്പോ തല ഇങ്ങനെ ആട്ടുന്നു. ചിലർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡോക്ടർ TPSന്റെ ഹെഡ് നോഡിങ് ഈസ് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞിട്ട്. അത് മനസ്സിലാവും എന്ന് പറഞ്ഞു. ചിലർ ചൊല്ലുന്ന സമയത്ത് അറിയാണ്ട് നമ്മളിങ്ങനെ അത് എൻജോയ് ചെയ്യും. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആണ് അവര്. ഇപ്പൊ നമ്മളൊരു ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ വാ വാ എന്ന് പറയും അവര്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ചെയ്യാറില്ല, ഇല്ലേ? നമ്മൾ കുറച്ചും കൂടി മോശമാണ് സൗത്ത് ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യയിൽ വളരെ വളരെ മോശമായിട്ടുള്ള ചില സ്ഥലങ്ങളും ഉണ്ട്. അത് നമുക്കറിയാം. അത് ഓരോരാളുടെ റെസ്പോൺസ് കണ്ടാൽ പറയും നിങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നാണെന്ന് പോലും നമ്മൾ പറയും. പിന്നെ ചില ആൾക്കാരുണ്ട്, ആവശ്യത്തിന് മാത്രം വരും, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കോണ്ടാക്ട് ഉണ്ടാവില്ല. പിന്നെ അടുത്ത ആവശ്യം വരുമ്പോഴാണ് വരിക. വി നോ സച്ച് പീപ്പിൾ. അപ്പൊ ഇത് ഓരോരോ ജെന്യൂൻ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം, ആവശ്യമില്ലാത്ത ചെയ്യാണ്ടിരിക്കാം. അപ്പം റെസ്പോൺസ് ക്യാൻ ബി, ഇപ്പം അർജുനൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് കൃഷ്ണന്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത്. അപ്പൊ ഒരു ഉത്തരം പറയുമ്പോൾ അതിന്റെ ഉത്തരം കേട്ട് പോകുന്നതിന് പകരം ഇപ്പൊ തീർത്ഥ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ റെസ്പോൺസ് ഫോർ മൈ ഫസ്റ്റ് ആൻസർ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കലാണ്. ഇപ്പം പാകിസ്ഥാനിലെ കുറെ ഇന്റർവ്യൂ കാണാം എന്റെ കുട്ടികളുടെ. അവര് ചോദ്യം ഇങ്ങനെ 10 പ്രിപ്പയർ ചെയ്തു. ബട്ട് ഫോർ ദാറ്റ് ഏജ് ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്. ഒരു ചോദ്യം കഴിഞ്ഞു, അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക പോലും ഇല്ല. പക്ഷെ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ടെന്ന് അറിയും? ഉടനെ തന്നെ അവരുടെ പേര് ചോദിച്ച്, അവരുടെ ഫോട്ടോ ചോദിച്ച് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. യു ആർ എ ഗ്രേറ്റ് ഇന്റർവ്യൂർ എന്നുണ്ട്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. എന്റെ റെസ്പോൺസ് അതാണ്. ചിലർ മഹാബോറാണെങ്കിൽ ഞാൻ എന്ത് പറയും? യു കം ബാക്ക് അഗെയിൻ ആഫ്റ്റർ, ഇങ്ങനെ ചോദിക്കരുത് എന്ന് പറയും. ഇപ്പൊ ഇതിനിടെ ABCയിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു അവരോട്, യുവർ ക്വസ്റ്റ്യൻസ് ആർ വണ്ടർഫുൾ, പക്ഷേ ഐ ഡോണ്ട് എൻജോയ് യുവർ ക്വസ്റ്റ്യൻസ് ബിക്കോസ് ചില 1-2 ആളോട് അങ്ങനെ പറഞ്ഞു. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. നോ, ദാറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ്. 16-ാം തീയതി ഡോക്ടർ യൂട്യൂബിൽ ഇട്ടായിരുന്ന ഒരു വീഡിയോ ഇല്ലേ, അതിനകത്ത് റെസ്പോൺസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പഠിക്കാനുള്ള ഒരു കുട്ടി അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിപ്പോ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് എതിരെ നിൽക്കുന്ന ആൾക്ക് അതൊരു ബോറിംഗ് ആയിരിക്കും പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് നമ്മള് ഇപ്പൊ ജെന്യൂനായിട്ട് വരുന്ന എക്സ്പ്രഷൻസും തലയാട്ടലും ചോദ്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോ അത്രയും എക്സ്പ്രസീവ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മള് ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ഫേക്ക് അങ്ങനെ ആവില്ലേ എന്നുള്ളൊരു. ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത്, ഇറ്റ്സ് ലോങ് ബാക്ക്. പിന്നെ USA എന്നുള്ള 9ാം ക്ലാസ്സിലെ ഒരു കുട്ടി 20/10/14 2010-14 2020 ഒക്ടോബർ 14 ചെയ്തതാണ്. USA ഡോക്ടർ TPS ടീൻ ഗേൾ ലീഡർഷിപ്പ് എന്നൊക്കെ അടിച്ചാൽ കിട്ടും. ഓൾമോസ്റ്റ് 4 hours ആണ് ഞാൻ സംസാരിച്ചത്. അതിൽ കുറേ ബിറ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അമേരിക്കൻ സ്റ്റൈലാണ്. നമ്മൾ എന്തെങ്കിലും സംസാരിക്കും, ആഹാ ഓ ഗ്രേറ്റ് യാ. ഇപ്പൊ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക്. ഇവിടെ ഇരിക്കുന്ന പലരും എന്നുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിൽ എത്ര പേര് ആ ബുക്കിന്റെ കണ്ടന്റ് എന്താണ്, അത് മേടിച്ചു വായിച്ചോ, അത് ഓർഡർ ചെയ്താൽ നമുക്ക് അറിയാമല്ലോ. ഓർഡർ ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പൊ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടു തന്ന് ഫ്രീ ആയിട്ട് കയ്യിൽ കിട്ടിയാൽ അത് അൽമാരയിൽ വെക്കുന്നതല്ല. മനസ്സിലായോ? ഒരു ബുക്ക് എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഞാൻ എന്റെ ഇതേ അല്ല കേട്ടോ. ദാറ്റ് ഈസ് നോട്ട് കമേഴ്ഷ്യൽ ആസ്പെക്ട്, ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അത് ആമസോണിൽ അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് അല്ല റെസ്പോൺസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അതെന്താണ് ബുക്ക്, അതിനെക്കുറിച്ച് എന്താണ്, അത് ചോദിക്കുന്ന ഒരു റെസ്പോൺസാണ്. വേർ ഡു ഐ ഗെറ്റ് ഇറ്റ്? അന്നത്തെ ആ ഇന്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വേർ ഡു ഐ ഗെറ്റ് ഇറ്റ് എന്ന് ചോദിക്കുന്നതാണ് റെസ്പോൺസ്. ആമസോൺ പബ്ലിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ ഉടനെ പോയി നോക്കിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഒരു ബ്ലോഗിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ ഈ 20/10/14 കുട്ടി ഉടനെ തന്നെ ആ ബുക്ക് തുറന്ന് എന്റെ മുമ്പിൽ വെച്ച് വായിച്ച്, അതുകൊണ്ടാണ് 4 മണിക്കൂറൊക്കെ എടുത്തത്. എന്നിട്ടോ അത് വായിച്ചിട്ട് അതിലെ പോയട്രി വായിച്ച് അതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ച് കുറെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വായിക്കുന്നൊന്നും ഞാൻ ഇടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാണ് റെസ്പോൺസ്. നമ്മളൊരു പോയട്രി എഴുതിട്ടുണ്ട്, വാട്ട് ഡസ് ഇറ്റ് മീൻ? അപ്പൊ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് അത് തുറന്ന് വായിച്ച് അതിന് ഉടനെ തന്നെ അത് ആ ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാവും. സമയമില്ല എന്നൊക്കെ പറയുന്ന മണ്ടന്മാരാണ്. അത് ഈ ചില സർട്ടിഫിക്കറ്റ് കിട്ടാനും ഇംപ്രസ് ചെയ്യാനും മാഷന്മാരുടെ പിന്നിലൊക്കെ ഓടുന്ന കുറെ ആൾക്കാരുണ്ട്. അത്തരം കുട്ടികളൊക്കെ ഈ അതൊന്നും അല്ലാത്തൊരു കാലം വരുമ്പോഴത്തേക്ക് ഭ്ലും എന്ന് പറഞ്ഞ ഗ്യാസ് പോയവർക്ക് ഇതൊന്നും അല്ല. അത് സ്വയം ഉള്ളിൽ ഉണ്ടാവുമ്പോൾ എടുക്കുന്നതാണ് നമ്മുടെ എബിലിറ്റി. അതർവൈസ് ടീച്ചേഴ്സ് ഒക്കെ ഗ്രേറ്റ് എന്ന് പറയണ്ടാവും. കാരണം അവർ പറഞ്ഞത് അതുപോലെ പറഞ്ഞു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അവരുടെ മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്തു. ബിക്കോസ് ദേ ദംസെൽസ് ഡിഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് ക്രിയേറ്റിവിറ്റി. ക്ലാസ്സിൽ പോലും പഠിപ്പിക്കുമ്പോൾ തന്നിട്ടുള്ള ടെക്സ്റ്റ് അതുപോലെ ചെയ്യുന്നതല്ലേ. കമ്മ്യൂണിക്കേഷൻ തീരെ അറിയാത്ത ടീച്ചേഴ്സ് എത്ര പേരുണ്ടെന്നറിയും. ദേ ആർ ഗുഡ് ഇൻ ആ ക്ലാസ് എടുക്കാൻ പറ്റും, പരീക്ഷ നടത്താൻ പറ്റും, മാർക്ക് കൊടുക്കാൻ പറ്റും, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അതല്ല ഇന്നത്തെ കാലത്ത് വേണ്ടത്. ജെന്യൂൻ ആയിട്ടുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതുകൊണ്ട് മൈൻഡ് സെറ്റ് ട്രാൻസ്ഫർമേഷൻ ഡോക്ടർ TPS നോക്കൂ നിങ്ങൾ. ഓക്കെ, എലിസബത്ത് ഡോക്ടർ TPS ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു സംഭവം നോക്കൂ. ഞാൻ 2 പേര് സ്പീക്കേഴ്സ് ആയിട്ട് പോയി. അതിലൊന്ന് എലിസബത്തും ഒന്ന് ഞാനും. എലിസബത്ത് ലൂക്കാസ് UK എന്നാണ്. അത് ബംഗാളിലുള്ള ഒരു ഇംഗ്ലീഷ് ലേണിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ്. അതിൽ ലൂക്കാസ് എടുത്ത ക്ലാസ് ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് കുറേ സിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അടുത്ത് എന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എലിസബത്ത് ടോൾഡ് അബൌട്ട് C. നൗ വാട്ട് ഷുഡ് ഐ ടോക്ക് അബൌട്ട് ഈസ് D. C കഴിഞ്ഞ D യെ കുറിച്ചല്ലേ പറഞ്ഞത്. അത് ഫുൾ D വെച്ചിട്ടുള്ള സംഭവമാണ്. ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ചടപടാന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ്, ക്രിയേറ്റിവിറ്റി ഈസ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ C വെച്ചിട്ടാണ് എലിസബത്ത് പറഞ്ഞത്. അതിൽ D വെച്ചിട്ട് മാത്രം ഞാൻ പറയുന്ന ക്ലാസ് ഒക്കെ അന്ന് തീരുമാനിച്ചു. എലിസബത്ത് ഡോക്ടർ TPS ഈസ് മൈ മെന്റർ. എല്ലായിടത്തും അങ്ങനെ പറയാം. എലിസബത്ത് YYCI YU CAN ഇന്റർനാഷണൽ കുറേ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്ന UK ലുള്ളൊരു ലേഡിയാണ്. യു ക്യാൻ സി YYCI ഡോക്ടർ TPS. അതിൽ എലിസബത്തിന്റെ ഇൻട്രൊഡക്ഷൻ കേൾക്കണം നിങ്ങൾ. ഞാൻ പലപ്പോഴും ഞാനത് ഇടാറില്ല, ചിലപ്പോഴൊക്കെ ഇടും. എന്നിട്ട് എന്നോട് കംപ്ലൈന്റ് പറയും, എന്റെ ഇൻട്രൊഡക്ഷൻ എന്താ ഇടാത്തത്. ഞാൻ പറഞ്ഞു, I don't want because it's repeatedly. Most of my talk you can see I cut my introduction, I put only the subject matter. പക്ഷെ YYCA ചിലതൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഷീ ഇൻസിസ്റ്റ്. അതുകൊണ്ട് എല്ലാത്തിലും ഉണ്ടാവില്ല, ചിലതിലൊക്കെ ഉണ്ടാവും. So she don't call me Dr. TPS, she don't call me by name. My mentor, my personal mentor എന്നാ പറയാ, not even other way. My personal mentor Dr. TPS എന്നുള്ള വാക്കാ ഉപയോഗിക്കുക. അത് എത്രയോ എന്റെ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നറിയോ. ആഫ്രിക്കൻ ലേഡി settled in UK, don't even understand one sentence in or one word in Sanskrit will attend my class. അത് കഴിഞ്ഞിട്ട് ഓരോ വാക്കുകൾ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്. അറിയാൻ താല്പര്യമുള്ളവർ ജെന്യൂനാണ്. അങ്ങനെ കുറേ പേരുണ്ട്. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് പ്രോബബ്ലി. റൈറ്റ് ഡൗൺ എവറി പോയിന്റ് ബൈ പോയിന്റ്, ആസ്ക് ക്വസ്റ്റ്യൻസ്. ഷീ മൈ നോട്ട് ബുക്ക് എന്ന് പറയാം അവസാനം ചിലപ്പോഴൊക്കെ. എല്ലാം എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് എവ്രിബഡി ഷുഡ് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് നോട്ട്സ്. ടേക്കിംഗ് നോട്ട്സ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്ക് എ നോട്ട് ആൻഡ് സെൻഡ് ഇറ്റ്. അതാണ് വേണ്ടത്. Okay, it's almost to 12:45. Shall we close it today? Thank you. Thank you, doctor. Thank you. Bye bye. Thank you. And the notes that I took today. Yeah, don't send it like a picture, which I will not be able to understand. Write 1 or 2 small lines. This is my takeaway. That's good enough.
മാറ്റർ ഓഫ് ഫാക്ട് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇപ്പം മാത്സ് ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് വാട്ട് ഐ ലേൺ എന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ, അത് നോട്ട് ഈവൻ ടു സെൻഡ് ഇറ്റ് ടു മീ. ഇതേ വീഡിയോ ഐ വിൽ പോസ്റ്റ് ഇറ്റ് ഓൺ ടു യൂട്യൂബ്, കമന്റ് ഇറ്റ് ദർ so that I am a part of this video, this is what I learned, somebody else will learn this, right? Then that will stay. കാരണം മിനിഞ്ഞാന്നല്ലാണ്ട് രാത്രി എൻ്റെ വാട്സപ്പ് ഹാങ് ചെയ്തു. കാരണം നിങ്ങൾക്ക് അറിയാം, മില്യൺസ് ഓഫ് മെസ്സേജസ്, വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വാസ് ഹാങ്ങിങ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുന്നുണ്ട്, ഓരോ നിമിഷവും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബഹ്റിനായിരിക്കും. അപ്പൊ ഇതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഇങ്ങനെ കുറെ വരുന്ന സമയത്ത് ഹാങ് ചെയ്തിട്ട് കുറെ മെസ്സേജസ് പോയി. അപ്പൊ ഐ ഹാവ് സ്റ്റാർട്ടഡ് സെൻഡിങ് മെസ്സേജ് ടു യു, മിസ് ചെയ്തോ, നിങ്ങളത് മിസ് ചെയ്തോ എന്നിട്ട് കുറെ പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഡോണ്ട് സെൻഡ് മീ മെസ്സേജസ്, ഇറ്റ് ബിക്കം ടു മച്ച് ഫോർ മീ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഈ വീഡിയോ വരുമ്പോൾ വീഡിയോന്റെ താഴത്തിട്ടാൽ ഐ റീഡ്, ജെന്യൂൻലി ഐ റീഡ് മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ്. ഓക്കെ, ഗുഡ് ഇനഫ്. താങ്ക് യു സോ മച്ച്, ഗോഡ് ബ്ലസ് യു. ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. പറയൂ ദേവപ്രിയ. ഒരു academic related question. പറയൂ ദേവപ്രിയ. So I'm going to start college, take computer science and so on. പക്ഷേ ultimately central government ഒരു ജോലി എന്നാണ് മറ്റേ. അപ്പം എങ്ങനെയാണ് രണ്ട്, സോ ഐ വോണ്ട് ടു റൈറ്റ് SSC ഇതൊക്കെ കഴിയുമ്പോൾ SSC എഴുതിയിട്ട് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് കയറണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് UPSC നോക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എങ്ങനെയാണ് രണ്ടും കൂടി മാനേജ് ചെയ്യുക? ബിക്കോസ് ബിടെക് തന്നെ ഒരു ഭയങ്കര കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പം അതും ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഡോക്ടർ. ഈ ഹൈദരാബാദിലൊക്കെ ബിടെക് പഠിക്കുന്ന കുട്ടികളെ എക്സാമിനേഷന്റെ തലേദിവസം ഒരു ദിവസം വായിച്ചാൽ അവർക്ക് 100 out of 100 കിട്ടും. കാരണം ഈ എക്സാമിനേഷൻ ബിടെക് ടഫാന്നൊക്കെ പറയുന്ന മണ്ടത്തരാണ്. ഇവിടെയൊക്കെ ഓൾ ഇൻ വൺ എന്നൊരു ബുക്ക് ഉണ്ട്. ആ ഒരു ബുക്കും വായിക്കില്ല, ക്ലാസ്സിലും ഇരിക്കില്ല. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാമിന്റെ കീഴിലാണ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ആദ്യത്തെ ക്ലാസ്സുകളാണ് ഈ വീട്ടില്, ഞാനിപ്പോൾ താമസിക്കുന്ന ഹൈദരാബാദ് വീട്ടിൽ നടന്നിട്ടുള്ള പ്രോഗ്രാംസ്. അതിലൊക്കെ ബിടെക് സ്റ്റുഡൻസ് ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ടാണ് എൻ്റെ കൂടെ വരും. അവർ ബസ്സിൽ കയറും, കാരണം പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ. അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും, ടാക്സി പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് വരും. വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് അവരുടെ വീട്ടിൽ പോകും. വീട്ടിൽ പറ്റിച്ചിട്ടാ ചെയ്യണം ചിലപ്പോൾ. കാരണം ദേ നോ സംതിങ് എൽസ് ഹാപ്പൻസ് ഹിയർ വിച്ച് ഈസ് ക്രിയേറ്റീവ്. ഈ ബിടെക് ടഫാന്നൊക്കെ പറയുന്നത് മണ്ടത്തരാണ്. നമ്മുടെ സ്കൂൾ സിലബസുകൾ ഒരു കൊല്ലം പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് സംഭവം പഠിക്കാൻ 2 മണിക്കൂർ മതി ശരിക്കും. ആ ലെവലിൽ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും. ബിടെക് എന്ന് പറയുന്നതോ MBBS എന്ന് പറയുന്നതോ സിലബസ് പഠിക്കണമെങ്കിൽ വലിയ സമയമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണമെങ്കിൽ എവറി ഡേ യു ഹാവ് ടു സ്റ്റഡി. ആ സബ്ജക്ട് ഫുൾ പഠിക്കുക. ക്ലാസ്സിൽ പോകുന്നതിന് 20 points ടു സ്റ്റുഡൻസ്, 10 points ടു പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് മാത്രം, പാരൻസ് ഇല്ല. അതാണ് കോളേജ് ലെവലിലുള്ള. 20 points ടു സ്റ്റുഡൻസ്, 10 points ടു ടീച്ചേഴ്സ്. യങ്ങർ ഏജിൽ 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. എൻ്റെ ഒരു ബ്ലോഗാണ്. ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. സ്റ്റഡി ഫ്രം ഓൾ സോഴ്സസ്, പ്രിപ്പയർ വെൽ ആൻഡ് ഗോ ടു ക്ലാസ് റൂംസ്. ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ദിവ്യപ്രിയയുടെ വീട്ടിലേക്ക് വരാനുള്ള, ദേവപ്രിയയുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു തരികയാണെങ്കിൽ ദേവപ്രിയ എങ്ങനെ കേൾക്കാം? മാഷ് പറ, ഞാൻ കേൾക്കട്ടെ. തെറ്റുമ്പോ ഞാൻ പിടിക്കാന്നുകൊണ്ടിരിക്കും. ആണോ അല്ലയോ? അങ്ങനെയാണ് ക്ലാസ്സിലിരിക്കേണ്ടത്. ഐ വാസ് എ ബാഡ് സ്റ്റുഡൻറ്. ഗ്രാജുവേഷൻ ഓൺവേർഡ്സ് ഞാൻ ചെയ്തത് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസ്സിലിരിക്കുക. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് മാഷ് ക്ലാസ് എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇരിക്കും? മാഷ് പറ, ഞാൻ പിടിക്കാം. മനസ്സിലായോ? അങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. കാരണം സിലബസ് ഈസ് വിത്ത് യു. ക്ലാസ് തുടങ്ങാൻ ഇനിയും 1 മാസം 2 മാസം ഉണ്ടാവും. കംപ്ലീറ്റ് പഠിച്ചിട്ട് സെമസ്റ്റർ ഫുൾ പഠിച്ചിട്ട് നിങ്ങൾ ക്ലാസ് പോയിരുന്നത് എങ്ങനെ ഉണ്ടാവും? അപ്പൊ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ വൊക്കാബുലറി ഒക്കെ മനസ്സിലാവും. ഓൾ ദ വൊക്കാബുലറീസ്, റൈറ്റ് എ ഡിക്ഷണറി ഓഫ് വൊക്കാബുലറീസ് ഓഫ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്. അത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഗ്രാഫിക്സ്, ഡിസൈനിങ്, എന്താണോ വിഷയം. സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ അത്, AI ആണെങ്കിൽ അത്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത്, മെക്കാനിക്കൽ ആണെങ്കിൽ അത്. നിങ്ങളുടെ ടെർമിനോളജീസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഫുൾ മനസ്സിലാക്കിയിട്ട് പോയിരിക്കുക ക്ലാസ്സിൽ. അവർ ഓരോ വാക്കും പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ GRE ഗേറ്റിനൊക്കെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനും ഇംഗ്ലീഷും ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതാനും വായിക്കാനും പഠിക്കാനും കോംപ്രഹെൻഷനും ഒക്കെ ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ എനി എക്സാമിനേഷൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ വിൻ. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ അനൂഷ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്.
ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പറേഷൻ നടക്കുന്ന കാലത്ത് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഗേറ്റ് എക്സാം എഴുതണോ എന്ന് ചോദിച്ചപ്പോൾ എഴുതണ്ട, പക്ഷെ അതിന് മുമ്പ് എഴുതണം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി ഗേറ്റ് ഒന്നും വേണ്ട, നമുക്ക് സിവിൽ സർവീസ് മതി എന്ന് പറഞ്ഞു. ഗേറ്റ് എക്സാമിനേഷൻ നടക്കേണ്ട തലേ ദിവസം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ടേക്ക് ദ ഹാൾ ടിക്കറ്റ്, ഗോ ആൻഡ് റൈറ്റ് എക്സാം. ഒന്നും പ്രിപ്പയർ ചെയ്താ പോയിട്ട് എഴുതിയിട്ടും ഷി വാസ് വൺ ഓഫ് ദ ടോപ്പ് റാങ്കർ. മനസ്സിലായോ? ഏത് ഇന്റർവ്യൂവിന് പോയാലും 23 24 കമ്പനികളാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തത്. അപ്പൊ ആർക്കും അങ്ങനെ ആവാൻ പറ്റും. ഓൺലി തിങ്, പഠിക്കുന്നത് നല്ലപോലെ പഠിക്കുക, ഡീപ്പായിട്ട് പഠിക്കുക, വേർഡ് ബൈ വേർഡ് മനസ്സിലാക്കുക. നമ്മളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കഷൻസും ഇറ്റ് ഈസ് സൂപ്പർ. ആ ലെവലിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഇന്ന് കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇടാൻ പറ്റുന്നത്. ഇന്ന് തുടങ്ങിയതല്ല, കുറെ കൊല്ലായി. ഓക്കെ, ഓൾമോസ്റ്റ് 10 to 15 years. അത് ഇറ്റ്സ് ഒരു ഇൻട്രസ്റ്റ് ആണ്. മാർക്ക് കിട്ടുക എന്നുള്ളത് 100% കമ്പൽസറി ആണ്. അത് കിട്ടുകയും ചെയ്യും, എക്സാമിനേഷൻ പാസ്സാവുകയും ചെയ്യും. ദാറ്റ്സ് നോട്ട് എ ബിഗ് അഫെയർ. നോളജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നോളജ് ഉള്ളവർക്ക് മാർക്ക് കിട്ടും, മാർക്ക് കിട്ടിയവർക്ക് നോളജ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എക്സാമിനേഷന് മാർക്ക് കിട്ടാൻ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും. കാരണം നോബഡി ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ഗുഡ് ന്യൂ ക്വസ്റ്റ്യൻസ് ഇൻ ദ വേൾഡ്. അതുകൊണ്ട് മാർക്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വളരെ ഈസിയാണ്. നോളജ് ആണെങ്കിൽ എവറി ഡേ യു സ്റ്റാർട്ട് സ്റ്റഡിങ് എന്നാ പറയാം. ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ എന്നുള്ള ആഗ്രഹമൊന്നും വേണ്ട. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാം പഠിച്ചു നിൽക്കാം. ബിക്കോസ് യു ആർ എ മച്ചുവേർഡ് പേഴ്സൺ. അതിന് ട്യൂഷന് പോകേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പലർക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹൈദരാബാദിലായതുകൊണ്ട്. കേരളത്തിൽ നിന്ന് ബിടെക് കഴിഞ്ഞു, ഇവിടെ വന്നിട്ട് എംടെക്കിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 1 വർഷം. വേസ്റ്റ് ഓഫ് ടൈം ആക്ച്വലി. ഈ കോച്ചിങ് സെന്ററും റിപ്പീറ്റും ഒക്കെ കേരളത്തിന്റെ വലിയൊരു വ്യാധിയാണ്. ഓക്കെ, കാണേണ്ട 3 സിനിമകൾ: 1 പ്രഷർ കുക്കർ, 2 കോട്ട ഫാക്ടറി, 3 ക്രാഷ് കോഴ്സ്. ഇതൊക്കെ വ്യത്യസ്ത പ്ലാറ്റ്ഫോംസിലുണ്ട്, നിങ്ങൾക്ക് കാണാം. പ്രഷർ കുക്കർ ഈസ് എ തെലുഗു മൂവി. ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ പഠിപ്പിച്ചിട്ട് ചെയ്യാതെ, ദാറ്റ്സ് നോട്ട് ലൈഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സാർ ബിടെക് CSE AEക്കാണ് ചേരാൻ പോകുന്നത്. അപ്പോ അതിന്റെ മുമ്പ് അതിന്റെ ബേസിക് ആയിട്ട് എന്തൊക്കെ നമ്മൾ ക്ലാസ് പറയണം? ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞില്ലേ, ജോയിൻ ആസ് മെനി ഓപ്പൺ കോഴ്സസ് ആസ് പോസിബിൾ. AI ഓപ്പൺ, MOOC മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, MOOC അടിക്കുക. എന്നിട്ട് പറ്റുന്ന എല്ലാ കോഴ്സിനും ചേരുക. എന്നിട്ട് എത്ര പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ആൻസറിലും എല്ലാ വിഷയവും പഠിക്കാനുള്ള ചോദ്യമാണ്, ഉത്തരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ AI പഠിക്കാനുണ്ട്, സ്പെഷ്യൽ ആയിട്ട് പറയണം. ഓൾറെഡി പറഞ്ഞത് എല്ലാത്തിനും ഉള്ളതാണ്. മാത്സ് എഞ്ചിനീയറിംഗിന് പഠിക്കേണ്ട ബുക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എർവിൻ ക്രേസിക്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. ബാക്കി നിങ്ങളുടെ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവര് മണ്ടന്മാരുടെ ബുക്കായിരിക്കും. ആ ബേസിക് ബുക്ക് കോപ്പി ചെയ്തിട്ട് ഉണ്ടാക്കിയ ബുക്കാണ് ബാക്കി എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും. അവരൊന്നും ഇതുവരെ ഒറിജിനൽ റെഫറൻസ് ബുക്ക്, ഞാനത് പഠിപ്പിച്ച ആളാണ്. എപ്പോ 1986, 87, 88 എഞ്ചിനീയറിംഗില് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചതാണ് ഞാൻ, ബാംഗ്ലൂര്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എർവിൻ ക്രേസിക്. അത് ഞാൻ ഒരു പേര് പറഞ്ഞു എന്ന് മാത്രം, എന്റെ മാത്സ് ആയതുകൊണ്ട്. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഇതുപോലുള്ള ബുക്സ് അവൈലബിൾ ആണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. എന്നിട്ട് എബ്രോഡിലുള്ള ഫ്രീ ഓൺലൈൻ PDF അവൈലബിൾ ആണ്. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കരുത്, അതേതാണ് ലിങ്ക് അയച്ചു, സെർച്ച് ഇറ്റ്. www നിങ്ങളുടെ വേൾഡ് ആണ്. ബെസ്റ്റ് ടീച്ചർ ഈസ് ഗൂഗിൾ. ഐ ആം ഓൺലി ടേക്കിംഗ് യു ടു ദ www. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. കീപ് സെർച്ചിങ്, ഐഡന്റിഫൈ, ഗെറ്റ് ദ ബെസ്റ്റ് ബുക്ക്, സ്റ്റാർട്ട് ലേണിംഗ്. ഡോണ്ട് വെയിറ്റ് ഫോർ യുവർ ടീച്ചേഴ്സ്. നിങ്ങൾ 12ാം ക്ലാസ് വരെ പഠിച്ച സെയിം സബ്ജക്ട് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമസ്റ്റർ. അതിൽ കേരളത്തിൽ പാസ്സാവുന്നവർ 4%. ദാറ്റ് ഈസ് ബിക്കോസ് യുവർ +1 +2 ലേണിംഗ് വിത്ത് ഓൾ A+ ഈസ് ഫൗണ്ട് യൂസ്ലെസ്. മാർക്ക് മാത്രമേ ഉള്ളൂ, നോളജ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ഈ പഠിക്കുന്നതിൽ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും 21 ബാക്ക്ലോഗ്, എല്ലാത്തിനും തോറ്റ പിള്ളേർ എന്റെ മുമ്പിൽ വരാറുണ്ട്. അവരെല്ലാം A+ ആണ്. 10th-ലും A+, 12th-ലും A+. അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ പ്രഷർ ആക്കിയിട്ട് പഠിപ്പിച്ചിട്ട് മോളെ പഠിക്കുക, മോളെ ഇരിക്കുക, മോളെ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുമല്ലോ. ഒരു കാര്യമില്ല. ഭാവിയിൽ എത്തുമ്പോഴത്തേക്കും ഡും എന്ന് പറഞ്ഞ് താഴെ പോകുന്നവരൊക്കെ അവരായിരിക്കും. ജെന്യൂൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഡു വെൽ.
അപ്പോൾ കുറേ പഠിക്കാനുണ്ട്, കുറേ നോളജ് കിട്ടുന്ന കുറേ നല്ല ബുക്സ് പ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിങ്ങളുടെ മാത്സും അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യും. ഓക്കെ.